ഹായ് ഫ്രണ്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മൂന്നാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പബ്ലിക് എക്സാമിന് ഇതുപോലത്തെ ഒരു ചോദ്യം അവിഭാജ്യ ഘടകമായിട്ട് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് 5 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. 5 മാർക്ക് വളരെ എളുപ്പം എങ്ങനെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് നോക്കാം. ഇതാ നിങ്ങളുടെ മുമ്പിൽ ചോദ്യമുണ്ട്. ചോദ്യം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാം. ഓക്കെ, ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെയിലി വേജസും അതേപോലെ നമ്പർ ഓഫ് വർക്കേഴ്സും, അതായത് കുറച്ച് തൊഴിലാളികളുടെ ദിവസം കിട്ടുന്ന വരുമാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കണേ, 400 to 500 വരെ 6 പേർക്ക് കിട്ടുന്നുണ്ട്. 500 തൊട്ട് 600 വരെ 7 പേർക്ക്, 600 തൊട്ട് 700 വരെ 10 പേർക്ക്, അതേപോലെ പോയി 900 തൊട്ട് 1000 വരെ 4 പേർക്ക് കിട്ടുന്നു എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതിലുപരി നേരത്തെ പഠിച്ചപ്പോൾ ഒരു സൈഡില് എന്താണ് ഒറ്റ നമ്പറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4000, 3000, 5000 എന്നൊക്കെയാണെങ്കിൽ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഒരു ക്ലാസ് ഉണ്ട് അല്ലെ. 400 to 500, 500 to 600 എന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെയല്ല, ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ദെൻ നമുക്ക് ഒരുമിച്ച് ഈ സാധനം എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. റെഡി അല്ലേ? അപ്പോ ഇവിടെ നോക്ക്, ഈ ടേബിൾ നമ്മൾ ഒന്നും കൂടി റീഡ്രോ ചെയ്യണം. പരീക്ഷയ്ക്കൊക്കെ നമുക്ക് പിന്നെ ചോദ്യം തരുമ്പോൾ നമ്മൾ അത് റീഡ്രോ ചെയ്യണം, ഒന്നും കൂടി വരയ്ക്കണം. ആ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാറ് പറയാം. ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എന്താണ് 400, 500, 600 എന്നൊക്കെ പറഞ്ഞ് ഈ സൈഡിൽ കിടക്കുന്നുണ്ട് അല്ലെ. ഇവന്മാരെ നമുക്ക് തൽക്കാലം വേണ്ട. എന്ത് വേണ്ട? സാറ് തൽക്കാലം വെട്ടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് എഴുതിയാൽ മതി കേട്ടോ. ഇത് എഴുതാതിരുന്നാൽ മതി. എന്നിട്ട് അവിടെ എഴുതേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ വരുമ്പോട്ടോ 2 ക്ലാസ്സുകളായിട്ട് തരുന്നതിന്. ഓക്കെ, എന്താ എഴുതേണ്ടത്? ബിലോ. നേരത്തെ നമ്മൾ അപ് ടു എന്ന് എഴുതി അല്ലെ. ഇതിനകത്ത് ബിലോ 500, ബിലോ 600. എന്താ എഴുതണ്ടേ? ബിലോ 600. മലയാളം മീഡിയക്കാരാണെങ്കിൽ എന്താ എഴുതേണ്ടത്? സിമ്പിൾ, ഇൽ താഴെ ചേർത്താൽ മതി. എന്ത് ചേർത്താൽ മതി? ഇൽ താഴെ ചേർത്താൽ മതി. 500-ൽ താഴെ. ഓക്കെ, അപ്പോ ഇങ്ങനെ എഴുതണം: 500-ൽ താഴെ, 600-ൽ താഴെ, 700-ൽ താഴെ, ബിലോ 700, ബിലോ 800, ബിലോ 900, 900-ൽ താഴെ, ബിലോ 1000. ഓക്കെ, ബിലോ ഇവിടെ മുഴുവൻ എന്ത് ചെയ്യണം? ബിലോ എന്ന് എഴുതി വെക്കുക. മലയാളം മീഡിയക്കാർ എഴുതി വെക്കണം: ഇൽ താഴെ, 1000-ൽ താഴെ. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ ആൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ, 6. പിന്നെ തൊട്ട് താഴത്തെ ആയിട്ട് കൂട്ടുക. 6ഉം 7ഉം 13, 13ഉം 10ഉം 23 അല്ലേ? ശരിയല്ലേ? ദെൻ 23ഉം 9ഉം 32, 32ഉം 5ഉം 37, 37ഉം 4ഉം 41. ഇത് നമുക്ക് വേണ്ട കേട്ടോ. നമ്മൾ ടേബിൾ ഇടുന്ന സമയത്ത് ആ സാധനം നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് 41 കിട്ടി. ഇനി കിട്ടുമ്പോൾ ആ കിട്ടിയ സംഖ്യ, ഏറ്റവും അവസാനത്തെ സംഖ്യ ഓഡ് നമ്പർ ആണോ, ഒറ്റ സംഖ്യയാണോ, ഇരട്ട സംഖ്യയാണോ നോക്കാം. ഇരട്ട സംഖ്യ ആണെങ്കിൽ ഒരു പണിയില്ല, നേരെ അതിന്റെ പകുതി കണ്ടുപിടിക്കാം. ബട്ട് ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന്റെ നടുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 1 അതിന്റെ കൂടെ കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? നമുക്ക് 41 എന്നല്ല കിട്ടിയത്. അപ്പൊ നമുക്ക് 41ന്റെ കൂടെ എന്ത് ചെയ്യാം? 1 കൂട്ടാം, ഡിവൈഡഡ് ബൈ 2. 41ഉം 1 എത്രയാ? 42. 42/2 സമം 21. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 42ന്റെ പകുതി 21 കിട്ടി. 21ാമത്തെ പൊസിഷനിലായിരിക്കും നമുക്ക് ആരുണ്ടാവുക? മീഡിയൻ ആണ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ മാധ്യം ഉണ്ടായിരിക്കാം. മാധ്യം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ 23. നമ്മുടെ ഈ പട്ടികയിൽ 23 എവിടെയുള്ളത്? ഇവരെയൊക്കെ നമുക്ക് മാച്ച് കളയാം കേട്ടോ. സാറ് എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് അവനെ അവിടെ വെച്ചത്. ഓക്കെ, ഇനി 23 നമുക്ക് എവിടെയുള്ള? ഇതാ 21, സോറി 23 അല്ല, 21. 21 ഏതിന്റെ ഇടയിലാണ് വരിക? 13-ന് 23-ന് ഇടയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവനെ ചെറിയ ബോക്സിലാക്കാം.
കണ്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവർ എന്ത് ചെയ്യാം ബോക്സിനകത്ത് ആക്കാം. ഇനി നമ്മൾ സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പോവാണ്. വളരെ സിമ്പിൾ ആട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഇങ്ങനെ എഴുതാം, d is equal to ഇത് തമ്മിൽ കുറയ്ക്കുക. എങ്ങനെ? 700 കുറയ്ക്കണം 600. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് കേട്ടോ. ഈ സൈഡിൽ കുറയ്ക്കുക. ഓക്കെ, ഈ സൈഡിൽ കുറച്ചു. 700 കുറയ്ക്കണം 600 ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷൻസ് തമ്മിൽ കുറയ്ക്കുക, സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 23 കുറയ്ക്കണം 13. ഓക്കെ, സിമ്പിൾ നമ്പറുകൾ നമുക്ക് മനസ്സിൽ തന്നെ കണക്ക് കൂട്ടാൻ പറ്റുന്ന നമ്പറുകളൊക്കെ പരീക്ഷയ്ക്ക് വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് മാർക്ക് മേടിച്ചെടുക്കാം. അപ്പൊ ഇനി നോക്കിക്കേ, 700 കുറയ്ക്കണം 600 എത്രയാ? 700 600 കുറച്ചാൽ 100. 23 13 കുറച്ചാ 10. കിട്ടിയില്ലേ? ദെൻ 100 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 10 എന്ന ആൻസർ കിട്ടും. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 10 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതൊരു സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരിക. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ 21 നമുക്ക് കിട്ടിയ പോലെ ആയിരിക്കും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇതല്ല വരിക, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി, പൊതുവ്യത്യാസം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 13 എന്നാണ് ഇവിടുത്തെ ഏറ്റവും കുറവ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക? 14ാമത്തെ കണ്ടുപിടിക്കുക. 14ാമത്തെ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. പരീക്ഷയ്ക്കാകുമ്പോൾ സബ് ക്വസ്റ്റ്യൻ 2 അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? ഇവിടെ 13 അല്ലേ, ഇനി 15 ആണെങ്കിൽ 16 ആയിരിക്കും ചോദിക്കുക, 17 ആണെങ്കിൽ 18 ആയിരിക്കും ചോദിക്കുക. ഇവിടെ 13 ആണ്. അപ്പൊ 14ാമത്തത് എത്രയെന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് 14ാമത്തെ കണ്ടുപിടിക്കാം. അതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇതിനകത്തുള്ള ചെറുത് നമ്മൾ ബോക്സ് വരച്ചാല് ചെറുത് ഏതാ? 600 അല്ലെ. 600 പ്ലസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇവിടെ കിട്ടിയ കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ് കൂട്ടേണ്ടത്. ഓക്കെ, 14ാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 13 ഉള്ളത് കൊണ്ടാണ് 14 എടുത്തിട്ടോ. ഓക്കെ, അതിനനുസരിച്ച് സംഖ്യകൾ വരുന്നതനുസരിച്ച് നിങ്ങൾ മാറ്റി മാറ്റി വെക്കും. 18 ആണെങ്കിൽ 19 എടുക്കണം. അപ്പൊ നമ്മൾ 14ാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 600ന്റെ കൂടെ പൊതുവ്യത്യാസത്തിന്റെ കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ് കൂട്ടേണ്ടത്. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാ കിട്ടിയേ? 10 ആണ് കിട്ടിയത് അല്ലെ. 10ന്റെ പകുതി എത്രയാ? 5. അപ്പോൾ ആ 5 ആണ് നമ്മൾ ഇവിടെ കൂട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 600ഉം 5ഉം 605. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് 14ാമത്തെ ആളുടെ വേജ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ എന്താണ് ദിവസ വരുമാനം എന്ന് പറയുന്നത് 605 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതൊന്നും അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട മാധ്യമമാണ് അല്ലെ, അല്ലെങ്കിൽ മീഡിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ മീഡിയന്റെ പൊസിഷൻ എത്രയാ? 21ാമത്തെ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്കിനി 21ാമത്തെ കണ്ടുപിടിക്കാം. 21ാമത്തെ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അതാണ് എന്ത്? മീഡിയൻ. ആര്? മീഡിയൻ അല്ലെങ്കിൽ മാധ്യം. സിമ്പിൾ. എന്ത് ചെയ്യുക? നമുക്കിപ്പോ കിട്ടിയത് 14ാമത്തെയാണ് അല്ലെ. 14ാമത്തെ കൂടെ എത്ര കൂട്ടിയാലാണ് 21 കിട്ടിയ? 14, 15, 16, 17, 18, 19, 20, 21. എത്ര കൂടണം? 14ന്റെ കൂടെ 7 പ്രാവശ്യം 7 കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? 21 കിട്ടുക അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 14ാമത്തെ ആൾ എത്രയാണ്? 605 ആണ്. പ്ലസ് നമുക്ക് കിട്ടേണ്ടത് 21ാമത്തെ ആളാണ്. 21ാമത്തെ ആളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 21 പ്രാവശ്യം ഇതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടണം. എന്ത് ചെയ്യണം? 21 പ്രാവശ്യം കോമൺ ഡിഫറൻസ്. അപ്പം 21 ഇൻറ്റു നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 അല്ലെ. എത്രയാണ് കോമൺ ഡിഫറൻസ്? നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? സോറി, 21 അല്ല കേട്ടോ, റിയലി സോറി. എത്രയാണ്? 7. 21ാമത്തെ കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്താ വേണ്ടത്? 7. അപ്പോ 7 ഇൻറ്റു 10. ഓക്കെ, സോറി കേട്ടോ. അപ്പൊ 7 പ്രാവശ്യം പൊതുവ്യത്യാസമാണ് അതിനകത്ത് കൂട്ടേണ്ടത്. അപ്പൊ 605 പ്ലസ് 7 ഇൻറ്റു പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 10. Then which is equal to 605 പ്ലസ് 7 ഇൻറ്റു 10 എത്രയാണ്? 70. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മാധ്യം എന്ന് പറയുന്നത് 605 പ്ലസ് 70 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായി ആൻസർ? 675
രൂപ അല്ലെ, റുപ്പീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ മാധ്യം എന്ന് പറയുന്നത് 675 രൂപയാണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, നമുക്കൊരു ചോദ്യം വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസിന് ചെയ്ത് നോക്കിയാലോ. ഇതാ അടുത്ത ചോദ്യം കിടക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ആണ്. 80 തൊട്ട് 90 വരെ യൂണിറ്റ് 3 പേര്, 90 തൊട്ട് 110 വരെ 6, 100 തൊട്ട് 110 വരെ 7, അതേപോലെ 130 തൊട്ട് 140 വരെ 4 പേര്. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അപ്പൊ പൊസിഷൻ കിട്ടും. പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതടങ്ങുന്ന എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് കുറയ്ക്കുക, ഇപ്പുറത്തെ സൈഡ് കുറയ്ക്കുക, തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടുമ്പോൾ തന്നെ അതിന്റെ പകുതി എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? എത്രയാണോ തന്നിരിക്കുന്നത്, അല്ലെ, ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് അതിനേക്കാൾ 1 കൂടുതലുള്ള കണ്ടുപിടിക്കുന്നത്. നേരത്തെ നമ്മള് 13 ആയിരുന്നപ്പോൾ 14ാമത്തെ കണ്ടുപിടിച്ചു. ഓക്കെ, അതേപോലെ കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യുക, മീഡിയനിലേക്ക് എത്തുക, അല്ലെങ്കിൽ മാധ്യത്തിലേക്ക് എത്തുക. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 1-2 ചോദ്യങ്ങൾ എടുത്ത് ചെയ്ത് നോക്കുക. എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് ഇതെല്ലാം. ഓക്കെ, താങ്ക് യു, ബൈ.